ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണ് ഞങ്ങളെ ഫങ്ഷൻ, അതായത് ഞങ്ങൾ വീടിൻ്റെ നമ്മൾ കുടിയിരിക്കൽ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൻ്റെ ഫങ്ഷനാണ് ഇന്ന് നടത്തുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുറേ ആൾക്കാർ വന്നിരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കണ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്ത്, എന്നാലും ഞാനിൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതാ അതിൻ്റെ ഫ്രണ്ടത്തെ ഭാഗം, ഞങ്ങളവിടെ തറവാട്ട് നേരുള്ള ഫ്രണ്ട് ഭാഗം വീട് കാണില്ല, പുറത്തുനിന്ന് വീട് കാണില്ല. എന്ന് വെച്ചാൽ മഴ പെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ മുൻകൂട്ടി കരുതലായിട്ട് ഞങ്ങൾ പന്തലങ്ങോട്ട് മൊത്തമായിട്ടിട്ട്, തലേന്ന് രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് തേങ്ങയൊക്കെ കെട്ടി വെച്ചതാണ് മഴ പെയ്യാതിരിക്കാൻ. എന്നിട്ട് പിന്നെ ആ മഴയോടേക്ക് അങ്ങനെ പോയി കേട്ടോ. അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ വിശ്വാസം, അതുകൊണ്ട് കെട്ടിയിട്ടിരിക്കണം. അപ്പോൾ രാവിലെ തൊട്ടേ ഞാൻ പറഞ്ഞല്ലോ കുറേ റിലേറ്റീവ്സ് വന്നിരുന്നു. എന്നുവെച്ചാൽ രാത്രി വരാൻ പറ്റാത്തവരും പിന്നെ ദൂരമുള്ളവരൊക്കെ, അവരൊക്കെ രാവിലെ വന്നിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ തൊട്ട് നല്ല വൈബായിരുന്നു. പാട്ട് വെച്ചിട്ടും നമ്മൾ പാട്ട് പാടിയിട്ടും ആൾക്കാർ ഓരോരുത്തർ പാട്ട് പാടിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ രാവിലത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് വോയിസ് ഓവർ കൊടുത്തതെന്ന് വെച്ചാൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും കോപ്പിറൈറ്റ് വരും. അങ്ങനെ 2-3 പ്രാവശ്യം വേറെ വീഡിയോ ഞാൻ എന്തായാലും ഒക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കോപ്പിറൈറ്റ് ഫസ്റ്റ് വന്നു. എന്നിട്ട് ഞാൻ പിന്നെ അതൊക്കെ ശരിയാക്കിയിട്ട് പിന്നെയും വിട്ടതാണ്. അപ്പോൾ അത് ഈ നെറ്റിപ്പട്ടം ചിന്നു വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ അതും പിന്നെ അച്ഛൻ്റെ ഫോട്ടോ ഞങ്ങൾ അതിനെ കൊണ്ട് ഫ്രെയിം ചെയ്യിച്ച് അതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിരുന്നു. പിന്നെ ഞങ്ങളെ ഫോട്ടോ, പിന്നെ ഇത് അനുവിൻ്റെ മാമി എന്ന വിളക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ആ ഷോക്കേസ് തന്നെ വെച്ചതാണ്. പിന്നെ എന്താ അനുമോള്, അമ്മ, ഇത് പിന്നെ പ്രജിത മാമൻ്റെ, എൻ്റെ രണ്ടാമത്തെ മാമൻ്റെ അമ്മയാണ്. പിന്നെ മീനുട്ടി, നന്ദു, ഇവരൊക്കെ ഉണ്ട്. പാപ്പന്മാരും മേമ്മമാരും മക്കളൊക്കെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ നേരത്തെ പോകുന്നത്, 9:30-10 മണിയാകുമ്പോൾ പോകുന്നത്. പിന്നെ അത് കൂടാതെ അമ്മേൻ്റെ സുധാകരൻ്റെ അമ്മേൻ്റെ അനിയത്തിയും മരുമകളും, പിന്നെ ഇതൊക്കെ കുടുംബക്കാരാണ്. പിന്നെ അത് അച്ഛൻ്റെ അനിയൻ്റെ പേരക്കുട്ടിയാണ്, മൂത്ത മോള്. അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് ഞങ്ങൾ വെച്ചത് ചോറും സാമ്പാറും, ഉപ്പേരി, പപ്പടം. പിന്നെ നമ്മളിപ്പോൾ കല്യാണ പരിപാടിയാണെങ്കിലും കല്യാണ വീടാണെങ്കിലും എന്ത് വീടാണെങ്കിലും നമുക്കവിടെ പായസം മസ്റ്റാണ്. ഞങ്ങൾ കോഴിക്കോടുകാർക്ക് അത് മസ്റ്റാണ്. അതുപോലെ എല്ലാം ഒരുവിധ വീടുകളിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ രാവിലത്തെ ഉപ്പുമാവിന് അതായിരുന്നു, പായസ കറിയായിരുന്നു. പിന്നെ കൂടാതെ ബ്രെഡ് കൊണ്ടിരിച്ചു. പിന്നെ കപ്പ മരച്ചീനില്ല, അതും കുറച്ചുണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയായിരുന്നു ഞങ്ങൾ രാവിലത്തെ ഫുഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ മക്കളും പിന്നെ ദാസേട്ടൻ, നമ്മുടെ മേലത്തെ വീട്ടിലത്തെ ദാസേട്ടൻ പാട്ടുകൾ. പിന്നെ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തെ ഒരു ഇതായി. ആദ്യം ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചിട്ട് 2-3 ഫോട്ടോ ആദ്യം എടുത്തു. പിന്നെ ഇതൊക്കെ ബാക്കിലുള്ളത് അമ്മേൻ്റെ ആൻറ്റിയാണ്. അപ്പോൾ അവരൊക്കെ രാവിലെ വന്നതാണ്. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടി ഞാൻ ഒരുങ്ങി ഇറങ്ങിയാൽ തന്നെ ഒരു 5 മണി ആകാനായിരുന്നു. എന്നുവെച്ചാൽ ഉച്ചയ്ക്ക് ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ മാറ്റാൻ കയറിയത് തന്നെ. പിന്നെ ആൾക്കാരിങ്ങനെ വരുമ്പോൾ ഓരോതാക്കാൻ അങ്ങനെ മാറ്റൽ നീങ്ങാൻ വൈകി. പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അടുത്തുള്ളവരൊക്കെ. പിന്നെ 6 മണിക്ക് ശേഷമാണ് ഞങ്ങൾ കേക്ക് കട്ടിങ്ങിന്. അപ്പോൾ ഉണ്ണി കേക്കൊക്കെ വാങ്ങാൻ പോയതാണ്. ഇതാണ് സുധേട്ടൻ്റെ മൂത്ത ആളില്ല, ചേച്ചീൻ്റെ ഭർത്താവ്. പിന്നെ ഫ്രണ്ട്സായിട്ടും ഓരോരുത്തരുമായിട്ടും കുറേ ആൾക്കാരിങ്ങനെ വന്ന്, അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്തിട്ട് പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ സെറ്റപ്പ് ആക്കിയാണ്. ഈ കേക്കും കൂടി കിട്ടിയാൽ മതി. പുണ്യം ഫ്രണ്ട്സൊക്കെ കേക്ക് വാങ്ങാൻ പോയതാണ്. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ വന്നു. 4 മണിക്കല്ലേ പരിപാടി വെച്ചു. അപ്പോൾ അതിന് മുന്നേ രാവിലെ തൊട്ടേ ആൾക്കാർ വന്നു, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ദൂരെയുള്ളവരൊക്കെ വേഗം പോയി ഉച്ചത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോയി. പിന്നെ ഞാൻ ഇതിൽ പറഞ്ഞത് 4 മണിക്കെന്നാണ്. പക്ഷേ ദൂരെയുള്ളവരൊക്കെ വന്നു. ഇതാണ് പിന്നെ മൂത്ത ചേച്ചീൻ്റെ ചെറിയ മോളാണ് അപ്പു. പിന്നെ അനിയത്തി പിന്നെ രണ്ടാമത്തെ ചേച്ചിട്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ ഫോണിൽ തന്നെ എടുത്തതാണ് ഈ ഒരു വീഡിയോൻ്റെ ഇത്. പിന്നെ ഇതാണ് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിൻ്റെ കേക്ക്. പിന്നെ കണ്ണമ്മോൻ്റെ ബർത്ത്ഡേ കേക്ക് ചെറുതാണ് വാങ്ങിയത്. പിന്നെ വെഡിങ് ആനിവേഴ്സറിൻ്റെ കേക്ക് വലുത് വാങ്ങി. അപ്പം അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പു അനൗൺസ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ അതും ചേർക്കുന്നു, പക്ഷേ കോപ്പിറൈറ്റ് വരിക എന്നുള്ളതിലാണ്. എന്തായാലും ഞാൻ
ചേർത്ത് വയ്ക്കാലും വരും, കോപ്പിറൈറ്റ് വരും. എന്നാലും ഇതെല്ലാവരും കണ്ടൊക്കെ ഞങ്ങൾ കേക്ക് മുറിക്കുന്ന വീഡിയോ. അപ്പോൾ പിള്ളേരൊക്കെ കൂടി കേക്ക് കട്ട് ചെയ്യുമ്പോൾ അത് തിന്നാൻ വേണ്ടി ഇതാക്കുകയാണ്. അവരെ കയ്യിൽ ഞാൻ പിടിച്ച് വെച്ചതാട്ടോ. കുട്ടികളിങ്ങനെ തോണ്ടി കളിക്കുന്നുണ്ട്. ശ്രീകുട്ടിയായാലും അൻവികായാലും അൻവിക്കിൻ്റെ കയ്യിലൊക്കെ ഞാൻ പിടിച്ച് വെച്ചതാണ്. ശ്രീകുട്ടി അപ്പോൾ കത്തി തരില്ല പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുക. അവരൊക്കെ ഇങ്ങനെ തോണ്ടി നോക്കണം. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ എല്ലാവരും പിന്നെ കണ്ണമോനെ അവിടെ സ്റ്റൂളിലിരുത്തിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ അവനങ്ങനെ എടുത്ത് നിൽക്കണ്ടല്ലോ വെച്ചിട്ട് സുധിയേട്ടൻ സ്റ്റൂളിൽ ഇതാക്കിയിരുത്തി. അപ്പോൾ അപ്പു അനൗൺസ് ചെയ്യാണ് ഇതൊക്കെ. ഫസ്റ്റ് കണ്ണമോൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും കുറേ ആൾക്കാർ വന്നു പോയി രാവിലെ ഉച്ചയ്ക്കായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇത് വരുന്നപ്പം പിന്നെയും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുത്താട്ടോ. അപ്പോൾ അത് ബാക്കിയുള്ള പരിപാടിയൊക്കെ കണ്ടു നോക്കി. പിന്നെ ഞാൻ ഈ ഒരു ഭാഗം അപ്പം 3ാമത്തെ പ്രാവശ്യമാണ് എഡിറ്റ് ചെയ്തിട്ട് ഞാനിടണത്. ഇത് 2 പ്രാവശ്യം കോപ്പിറൈറ്റ് വന്നു. ഞാൻ എന്നിട്ട് പിന്നെയും എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് മാത്രം ഞാൻ എക്സ്ട്രാ മ്യൂസിക് കൊടുത്തതായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് മാത്രം പിന്നെയും വന്ന്. അപ്പോൾ അതാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനും നേരം വൈകിയത്. പിന്നെ ഞാൻ അപ്പനോട് പറയണ ജിത്തുമാമനെ വിളിക്കാൻ വേണ്ടിയിട്ടോ. ജിത്തുമാമൻ എന്ന് പറയണത് എൻ്റെ അമ്മേൻ്റെ ആൻറ്റിൻ്റെ മോനാണ്. അപ്പോൾ ജിത്തുമാമനാണ് ഞങ്ങളുടെ വീടിൻ്റെ പ്ലാനൊക്കെ ഇതാക്കി തന്നത്. അപ്പോൾ ജിത്തുമാമൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഞങ്ങളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ജിത്തുമാമനെ വിളിച്ച് കൊടുക്കാനുള്ളൂ. അപ്പോൾ അപ്പ പറയുന്നുണ്ട് ഇജെന്നെ വിളിക്കുക, ഇജെന്നെ അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനങ്ങനെ അനൗൺസ് ചെയ്ത് വിളിക്കുന്നുണ്ട്. ജിത്തുമാമനോട് വരാൻ പറഞ്ഞിട്ട് ജിത്തുമാമ ബാൽക്കണിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് കാണുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ജിത്തുമാമനെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ അനൗൺസ് ചെയ്ത് വിളിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് മൈക്കിലോട് പറയണ ഞാൻ വന്നവർക്ക് എല്ലാവരും താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ വീടിൻ്റെ പ്ലാൻ ഇതാക്കിയത് ജിത്തുമാമനാണ്. അപ്പോൾ ജിത്തുമാമന് ഞങ്ങൾ വക ഒരു ഗിഫ്റ്റ് എന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കാനാണ് ഞാൻ ജിത്തുമാമനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് അനൗൺസ് ചെയ്യുന്നത്.
പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ പാത്രമൊക്കെ കൊണ്ടുവരാൻ പറയുന്നു, പ്ലേറ്റൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു, കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുധേട്ടനോട് പറയണ്ട ആരോടെയും പറയുന്ന, അപ്പോൾ അപ്പു പറഞ്ഞത് ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ അപ്പും പിന്നെ സുധേട്ടൻ്റെ അളിയനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്ലേറ്റൊക്കെ എടുത്തോണ്ട് നിന്നിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്ത് നമ്മൾ കൊടുക്കണ്ട എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ എന്നിട്ട് സെർവ് ചെയ്യാതെ വേണ്ടി. പിന്നെ ഈ ഒരു കേക്ക് പറഞ്ഞത് വാനില ഫ്ലേവറിൻ്റെ ഒന്നും ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിൻ്റെ കേക്ക് എന്ന് പറയുന്നത്. പിന്നെ കണ്ണൻ്റെ ബർത്ത്ഡേൻ്റെ കേക്ക് മാംഗോ ഫ്ലേവറിലാണ്. അവന് മഞ്ഞ മതി എന്ന്. അതിനിടയ്ക്ക് കറണ്ടും പോയി ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് കാർത്തിക ഗോപിയാണ്. കാർത്തികയാണ് ചുവപ്പ് ഡ്രസ്സ്, ഗോപിയാണ് ഈ വയലറ്റ്. ഇത് അർച്ചന, അതായത് സുധേട്ടൻ്റെ മൂത്ത ചേച്ചിൻ്റെ ചെറിയ മോൾ. പിന്നെ ഇതാ എല്ലാവരും ഉണ്ട്. അപ്പോൾ പിള്ളേർ അവിടെ പാട്ടും ഡാൻസും കളിയൊക്കെ ആയിട്ടുണ്ട്. ശ്രീകുട്ടിയും വേദു, അതായത് വേദു പറഞ്ഞാൽ എൻ്റെ പാപ്പൻ്റെ മോള്, രണ്ടാമത്തെ പാപ്പൻ്റെ മോള്, അവൾക്കായിട്ട് കളിക്കുകയാണ്. പിന്നെ അകത്ത് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഫുഡ് പറഞ്ഞാൽ നമ്മൾ ബിരിയാണി ആയിരുന്നു. പിന്നെ വരുമ്പോൾ ഫസ്റ്റ് വരുന്നവർക്ക് നമ്മൾ പിസ്ത വെള്ളമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ഇനി ബാക്കി പിന്നെ ഫുള്ളും വരൊക്കെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ചോദിക്കുന്നത് ഡാൻസ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പിന്നെ ഉണ്ണീൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ അവരെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടും നല്ലതും അവരാണ് ഈ ഒരു പരിപാടി ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൊരിത്. എന്നുവെച്ചാൽ നല്ലൊരു ഇതായിരുന്നു. അവർ പോയത് തന്നെ പിറ്റേ ദിവസം പരിപാടി കഴിഞ്ഞ് ഞായറാഴ്ച ഉച്ചയൊക്കെ ആവാൻ നേരത്തെ അവർ പോയത്. അപ്പോൾ അത്രയ്ക്കൊന്നും അവരോട് താങ്ക്സ് പറഞ്ഞാൽ ഒതുങ്ങില്ല. പിന്നെ ഇത് ചിന്നും പിന്നെ പാപ്പന്മാരുടെ മക്കളെല്ലാവരും മോള് മോൾട്ടി മീനുട്ടി അമ്മൂട്ടി ഇവരെല്ലാവരും കൂടി ശ്രീകുട്ടീൻ്റെ ഡാൻസ് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടിയിട്ടുള്ള ഡാൻസാണ്. ഇത് പാട്ട് കേട്ടിട്ട് അതിലേറെ സങ്കടമാണെന്ന് വെച്ചാൽ കാണാമല്ലോ, എല്ലാവർക്കും കാണാമല്ലോ വെച്ചിട്ട്. പക്ഷേ നമ്മളത് കോപ്പിറൈറ്റിൻ്റെ ആ ഇഷ്യൂ മാത്രം കാരണമാണ് ഇത്. എന്തായാലും ഈ പാട്ട് എന്തായാലും ഗസ് ചെയ്യുക, അവരുടെ സ്റ്റെപ്പ് കണ്ടിട്ട് ഗസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ശ്രീകുട്ടീൻ്റെ ഡാൻസ് കേട്ടോ. അപ്പോൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പാട്ട് എന്തോ മാറിയോണ്ട് അത് മാറ്റിയിട്ട് വേറെ പാട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രീകുട്ടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും പിന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒരുവിധ ആൾക്കാർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അവരും ഡാൻസ് ഇങ്ങനെ കാണുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്നും കാണുന്നുണ്ട്. ഇനി ശ്രീകുട്ടിയും പൊന്നുട്ടിൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി. അപ്പോൾ ശ്രീകുട്ടി നല്ല കളിക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളും കണ്ടോക്കുക. അവരെല്ലാവരും പഠിച്ചതും പിന്നെ ശ്രീകുട്ടി ഓരോ നോക്കിയിട്ട് കളിക്കുന്നുണ്ട്, മറന്നുപോയതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെയ്തിന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതിന് സന്ദീപേട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ തേപ്പും ടൈലൊക്കെ എടുത്ത ചേട്ടനാണ്. തേപ്പിൻ്റെ പണി ടൈലിൻ്റെ പണിയൊക്കെ. അപ്പോൾ അവർ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. പിന്നെ അതിൻ്റെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ബോക്സിൻ്റെ എന്തോ ഒരു ഇതുണ്ട്, ഒരു ചെറിയൊരു പ്രോബ്ലം വേണ്ടി മാത്രം, അല്ലാതെ നല്ല പാട്ട് പാടണം കേട്ടോ. പിന്നെ ഇതൊക്കെ റിലേറ്റീവ്സ് ആട്ടോ ചുറ്റോടുള്ളത്. അപ്പോൾ എല്ലാവരും ഞാൻ മൊത്തത്തിൽ കാണിച്ചത്. എൻ്റെ അച്ഛമ്മ ഉണ്ട്, പിന്നെ അനുമോളും പാപ്പനും പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ അവിടുന്ന് കുണ്ടായിത്തോടുന്ന് വന്നാണ്. അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകളിൽ 6 പേരുണ്ട് മൊത്തം. ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ ബാഗ് തൂക്കി വരുന്ന ഏട്ടൻ സനീഷേട്ടൻ, പിന്നെ ഫൈസൽക്ക, ഷാജേട്ടൻ, പ്രകാശേട്ടൻ, ബാബേട്ടൻ എല്ലാവരും ഉണ്ട്. പിന്നെ പിള്ളേരൊക്കെ കൂടി മിക്സ്ഡ് ഡാൻസ് ആയിട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനൊക്കെ ഇറങ്ങുന്നത് ലാസ്റ്റിലേക്ക്. ഞാൻ എൻ്റെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിനി ലാസ്റ്റിലേക്ക് ഇറങ്ങുന്നത്. ചെറിയ ആൾക്കാരൊക്കെ പോയുണ്ട്. പിന്നെ ഉണ്ട് ആൾക്കാർ ഈ ഡാൻസും കാണാൻ കുറേ വീട്ടിനടുത്തുള്ളവരും പിന്നെ
കുറേ ആൾക്കാർ ഞങ്ങൾ ഡാൻസ് കാണാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ശരണ്യ അവളെ ഹസ്ബൻഡും കുട്ടിയൊക്കെ വരുന്നത്. അവർ ലേറ്റ് ആയിരുന്നു. അപ്പോൾ അവരൊന്ന് വീടൊക്കെ കാണാൻ ഇറങ്ങി. പിന്നെ അവന്മാർ സുധേട്ടൻ്റെ അളിയനെ പരിചയപ്പെട്ടു. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ കേക്കൊക്കെ കൊടുത്ത് അവൾ മൊത്തത്തിൽ വീട് കാണാൻ ഒന്ന് ഉള്ളിൽ കണ്ടിട്ട് പിന്നെ ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. അവർ വരുമ്പോൾ തന്നെ 9 മണി ആയിണ്. നേരം വൈകിയാണ്, ബ്ലോക്കായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരം വൈകിയാണ് അവർ വരാൻ വേണ്ടി തന്നെ. പിന്നെ അവരെ കുട്ടി സുധേട്ടൻ്റെ അടുത്തായിരുന്നു. പിന്നെ ഇതാ ഫുള്ളും ഡാൻസാണ്. ഇനി ഞാനൊക്കെ ഇറങ്ങിയത്, ഞാൻ എൻ്റെ ഷോളൊക്കെ ഊരി വെച്ച്, വല്ല കമ്മൽ ഊരി വെച്ച്, ഇനി പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മാല ഊരി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്, ഇനി പൊട്ടുക എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഊരിയിട്ട് ഞങ്ങൾ 1 മണി വരെ ഞങ്ങൾ ഫുള്ളും ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. 1 മണിക്ക് ശേഷം എല്ലാവരും കിടക്കാൻ പോയത്, സെറ്റൊക്കെ ഇതാക്കിയിട്ട്. അപ്പം നല്ലൊരു ദിവസം പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു. അപ്പം എന്തായാലും എനിക്ക് ഈ പാട്ട് കേൾക്കാൻ വല്ലാത്തൊരു സങ്കടമുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നവർക്ക് ഒരു ബോറ് വേണ്ടല്ലോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വർത്തമാനം പറയുന്നത്. അതാണ് ഞാൻ ആ ഡാൻസിൻ്റെയൊക്കെ സ്പീഡിൽ എടുക്കാറ്. ഞങ്ങൾക്ക് കാണിച്ചു തരും വേണം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. എന്നാലേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിനെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്നാൽ ഓക്കെ, ബൈ.